പരിശുദ്ധേ ദൈവത്തിനമ്മേ അമല മനോഹരി പുണ്യ വിമലാംബേ ധന്യ പരിശുദ്ധേ ദൈവത്തിനമ്മേ അമല മനോഹരി പുണ്യ വിമലാംബേ പ്രാർത്ഥിക്കണമേ അമ്മേ നാഥേ നിൻ തിരുമുമ്പിൽ വന്നിന്നണയും തനയർക്കായി പ്രാർത്ഥിക്കണമേ അമ്മേ നാഥേ നിൻ തിരുമുമ്പിൽ വന്നിന്നണയും തനയർക്കായി ധന്യ പരിശുദ്ധേ ദൈവത്തിനമ്മേ അമല മനോഹരി പുണ്യ വിമലാംബേ ധന്യ പരിശുദ്ധേ ദൈവത്തിനമ്മേ അമല മനോഹരി പുണ്യ വിമലാംബേ. അമല മനോഹരിയായ പരിശുദ്ധ മാതാവ്, അമലോത്ഭവയായ സ്നേഹനാഥ, പരിശുദ്ധ മറിയം ഉത്ഭവഭാവമില്ലാതെ ജനിച്ചവൾ. ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായപ്പോൾ വിശുദ്ധ ബർണദേത്തിനോട് പറഞ്ഞു, ഞാൻ അമലോത്ഭവമാകുന്നു. അമലോത്ഭവനാഥയായാണ് ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷയായത്. നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ ആഴങ്ങളിൽ ആണ്ടുകിടക്കുന്ന താണുപോകുന്ന ജീവിതാനുഭവങ്ങളിൽ പ്രിയമുള്ളവരെ, യേശു നമുക്ക് പാപമോചനം നൽകി യഥാർത്ഥ രക്ഷ നൽകി നമ്മളെ ചേർത്ത് നിർത്തുവാൻ പാപികളുടെ സങ്കേതമായ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് ആവശ്യമുണ്ട്. കരുണ നിറഞ്ഞ മാതാവ് ഓടിവരും പാപികളുടെ സങ്കേതമായി. അങ്ങനെ കറകളഞ്ഞ വിശുദ്ധമാർന്ന ജീവിതത്തിലേക്ക് ഓരോ മക്കളെയും ചേർത്ത് പിടിക്കുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധ അമ്മ. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ഈ അമലോത്ഭവ മാതാവിനെ സ്നേഹത്തോടെ പാടി പ്രകീർത്തിച്ച് ദൈവത്തിന് മഹത്വം നൽകാം. പ്രാർത്ഥനാപൂർവം ഗാനം പാടി ദൈവത്തിന് മഹത്വം നൽകി നമുക്ക് മാതാവിനെ സ്തുതിക്കാം.
തന്റെ സ്നേഹത്താൽ തന്നവൾ നീ. മക്കൾ തൻ ഭവനത്തിൽ അമ്മയും നീ. യേശു തന്റെ സ്നേഹത്താൽ തന്നവൾ നീ. മക്കൾ തൻ ഭവനത്തിൽ അമ്മയും നീ. സകല വിശുദ്ധർക്കും രാജ്ഞിയാം നാഥേ, അമല മനോഹരി വാണിടണേ. പാരിജാതപ്പൂവ് പോലെ കാന്തിയുള്ളോരമ്മ, സൂര്യകാന്തിപ്പൂവ് പോലെ ശോഭയുള്ളോരമ്മ, പാരിതിൽ വിളങ്ങിടുന്ന ദീപമായോരമ്മ, കനിവിൻ്റെ കേദാരമായിടുന്നോരമ്മ, പാരിജാതപ്പൂവ് പോലെ കാന്തിയുള്ളോരമ്മ, സൂര്യകാന്തിപ്പൂവ് പോലെ ശോഭയുള്ളോരമ്മ. രക്ഷ, വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത്. അങ്ങനെയാണല്ലോ വചനത്തിലൂടെ നമ്മൾ കേൾക്കുക. വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത്. അങ്ങനെയെങ്കിൽ ആ ഫലം, ഉദരഫലം, പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരഫലം പരിശുദ്ധനായ യേശു. പരിശുദ്ധമായ ഉദരത്തിലാണ് പരിശുദ്ധൻ ജാതനായത്. സൂര്യകാന്തി പോലെ ശോഭയുള്ളവൾ, പാരിജാലം പോലെ നിർമ്മലയായവൾ, പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച് അമലോത്ഭവ മാതാവിനെ സ്തുതിച്ച് മനോഹരമായി നിഷ ഗാനം പാടി. പരിശുദ്ധ മാതാവിൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞ് അമ്മയുടെ മകളായി ഈ ഗാനം പാടുമ്പോൾ അമ്മ ജീവിതത്തിൽ ഇടപെട്ട ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടാവും. ഉണ്ടല്ലോ, ഉണ്ട്. അതിലൊരു അനുഭവം പ്രേക്ഷകർക്കായി നമുക്കൊന്ന് പങ്കുവയ്ക്കാം. പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവം, ഞാൻ എൻ്റെ PG കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കും. ആദ്യം ജോലി കിട്ടിയത് ഒരു സ്കൂളിലാണ്, ബാംഗ്ലൂർ. അപ്പോൾ ഓപ്പണിങ്സ് ഒക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് ഒരു പാർട്ട് ടൈം ജോബിലാണ് ഞാൻ കയറുന്നത്. പാർട്ട് ടൈം ജോബായിരുന്നു, സാലറി കുറവായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഓഫർ വന്നു. കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജാണ്. അവിടെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ കൗൺസിലറായിട്ടും അതേസമയം അവിടെ BSc നഴ്സിംഗ് കോളേജിൽ ലെക്ചറായിട്ടും ഇങ്ങോട്ട് വന്ന ഓഫറാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രസൻറ്റ് ജോബ് റിസൈൻ ചെയ്തുകൊള്ളാൻ അവർ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ജോബ് റിസൈൻ ചെയ്തു. ആ സമയത്ത് പല ഓഫറുകൾ ഒരുമിച്ച് വന്നിരുന്നു. ഇന്ന് ബാംഗ്ലൂർ തന്നെയുള്ള HCL, IBL അങ്ങനെയുള്ള കുറേ IT കമ്പനികളിൽ കൗൺസിലറായിട്ട് അവിടെ പാർട്ട് ടൈമായിട്ട് ചെയ്യാനുള്ള അങ്ങനെ ഒരു ഓഫറും വന്നിരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഓഫർ വന്നതുകൊണ്ട് അത് കുറച്ചുകൂടി എക്സ്പോഷർ ആയതുകൊണ്ട്, എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ട് ഞാൻ അതെടുത്തു. ബാക്കിയെല്ലാം ഡിനൈ ചെയ്തു. അങ്ങനെ ഞാൻ ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ അധികാരികളെ മീറ്റ് ചെയ്യേണ്ട ദിവസം, റിസൈൻ ചെയ്തിട്ടാണ് ഇതെല്ലാം വരുന്നത്. പിറ്റേ ദിവസം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പോരാനിരിക്കുന്നു. അന്ന് രാത്രിയിൽ പെട്ടെന്ന് എനിക്ക് ഈ ജോബ് വന്ന ഒരു വ്യക്തി വഴിയാണ്. അദ്ദേഹം എന്നെ രാത്രിയിൽ വിളിച്ച് പെട്ടെന്ന് പറയാണ്, നീ നാളെ പോരരുത്, ഒരു പ്രശ്നമുണ്ട്, പക്ഷെ നീ ടെൻഷൻ അടിക്കരുത്, പ്രശ്നമുണ്ട്. ഇതൊരു പ്രൈവറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കീഴിലുള്ള കോളേജായിരുന്നു.
അപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പെൺകുട്ടി തലേദിവസം വന്നു. അവൾക്ക് ആ പോസ്റ്റ് കൊടുത്തു. അതുകൊണ്ട് നിനക്ക് ആ പോസ്റ്റ് കിട്ടില്ല, അതുകൊണ്ട് നാളെ നീ പോരരുത്. പെട്ടെന്ന് പകച്ചു പോയ ഒരു സമയമാണ്. ഉണ്ടായിരുന്ന ജോബ് റിസൈൻ ചെയ്തു. മറ്റ് ഓഫറുകൾ, കിട്ടിയ ഓഫറുകളെല്ലാം വേണ്ടാന്ന് വെച്ചു. കയ്യിൽ കിട്ടിയത് പോയി. പെട്ടെന്ന് രാത്രി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വിഷമിച്ചൊരു സമയം. അന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓപ്ഷൻ. രാത്രിയിൽ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വൈദികനിലൂടെ തന്നെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ കൗൺസിലറെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ട, എനിക്കിവിടെ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്, നീ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞ് കൺഫേം ചെയ്തു. അതൊരു വലിയൊരു ദൈവാനുഭവമായിരുന്നു. എന്ന് മാത്രമല്ല, ആ ഒരു സെൻറ്ററിൽ ഒരു വർഷം വർക്ക് ചെയ്ത് എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസിന് ഒരുപാട് നല്ലതായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ അന്ന് പരിശുദ്ധ അമ്മയാണ് എന്നെ സഹായിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുള്ള മറ്റ് അനുഭവം, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പരിശുദ്ധ അമ്മ കാവൽ നിന്ന് കരുത്തു പകരുന്ന അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് പങ്കുവയ്ക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ. പരിശുദ്ധ അമ്മ ഇടപെട്ട മറ്റൊരു സംഭവം, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവം, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണ്. കൗൺസിലിങ്ങിനിടയിൽ ഒരു പെൺകുട്ടിയെ സഹായിച്ചതിൻ്റെ പേരിൽ വലിയ ഒരു ഭീഷണിയെ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടി ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടിരുന്നു, ഒരു ട്രാപ്പിൻ്റെ പിടിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ഒരു റാക്കറ്റ് ഉണ്ടായിരുന്നു. പ്രാർത്ഥനാപൂർവമാണ് ഞാൻ കൗൺസിലിങ്ങിൽ, പ്രൊഫഷണൽ സെറ്റിങ്ങിലാണെങ്കിലും ഞാൻ ആളുകളെ നയിക്കാറ്. ഈ പെൺകുട്ടിയുടെ ഒരിക്കലും പുറത്ത് അറിയുമായിരുന്നില്ലാത്ത പല കാര്യങ്ങളും ദൈവം കൗൺസിലിങ്ങിൽ വെളിപ്പെടുത്തി ഇവളെ അതിൽ നിന്നും രക്ഷിക്കാനായിട്ട് സാധിച്ചു, ഇതിൻ്റെ പിടിയിൽ നിന്ന്. പക്ഷേ അതിന് എനിക്ക് ഒരുപാട് ഭീഷണികൾ അതിൻ്റെ പേരിൽ നേരിടേണ്ടി വന്നു. ഈ ഒരു ഗ്യാങ് എന്നെ വേട്ടയാടുന്ന അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. കുറേ നാളുകൾ വലിയ ഭീഷണികൾ നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയാസിലൂടെ, അതുപോലെ എന്നെ ചീറ്റ് ചെയ്യാനും ട്രാപ്പ് ചെയ്യാനുമുള്ള ഫേക്ക് ഐഡികളൊക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള ശ്രമങ്ങളുണ്ടായി. ഫോണിലൂടെ ഭീഷണികളുണ്ടായിരുന്നു. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ബസ് സ്റ്റാൻഡിൽ ഞാൻ ഒരിക്കൽ വയനാട്ടിലൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാനായിട്ട് ഇരിക്കുമ്പോൾ 2 വ്യക്തികൾ കുറേ നേരം അവരെന്നെ വാച്ച് ചെയ്ത് സ്റ്റാൻഡിൽ തന്നെ ഇരുന്നു. ഞാൻ നടക്കുന്നിടത്തൊക്കെ അവർ ഫോളോ ചെയ്തു. ഞാൻ ബസ്സിന് കയറുമ്പോൾ അവർ ബസ്സിൽ കയറി ഇരുന്നു. ബസ് സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങിപ്പോയി. അപ്പം എപ്പോഴും അങ്ങനെ ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് നാൾ ഒളിച്ച് താമസിക്കേണ്ടി വന്ന ആ ഒരു സമയത്ത് ഞാൻ ആശ്രയിച്ചത് പരിശുദ്ധ അമ്മയിലാണ്, വിശുദ്ധ ജപമാലയിലാണ്. ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതോടൊപ്പം എന്നെ ഏറ്റവും അടുത്തറിയാമായിരുന്ന ഒത്തിരി പേരുടെ പ്രാർത്ഥന ആ സമയത്ത് ലഭിച്ചു. അത്ഭുതകരമായിട്ട് ദൈവം അതിൽ നിന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ മനസ്സിൽ നിന്ന് ആദ്യമൊക്കെ ഭയമായിരുന്നു, ഭയങ്കരമായ ഭയമായിരുന്നു, പുറത്തിറങ്ങാൻ വലിയ ഭയമായിരുന്നു. പക്ഷെ പിന്നീട് ദൈവം ഭയം എൻ്റെ അടുത്തുനിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി. കർത്താവ് കൂടെയുള്ള, പരിശുദ്ധ അമ്മ കൂടെയുള്ള ഒരു അനുഭവത്തിലൂടെ ദൈവനെ വഴി നടത്തി. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രമിക്കുകയായിരുന്നു അക്രമികളുടെ പിടിയിൽ അമർന്ന, അല്ലെങ്കിൽ റാക്കറ്റിൽ തന്നെ വിട്ടുപോയ ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിലൂടെ നേരായ വഴി കാണിച്ചു കൊടുത്ത് ആ റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന ഭീഷണികൾ, മാധ്യമങ്ങളിലൂടെ, ടെലിഫോണിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, നെറ്റിലൂടെയൊക്കെ അതിന് കടന്നു വന്ന അവരുടെ സന്ദേശങ്ങൾ, ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ, അവിടെയൊക്കെ പതറാതെ പരിശുദ്ധ അമ്മയുടെ സ്നേഹമാധ്യസ്ഥം തേടി
ജപമാല ചൊല്ലി. നമുക്കറിയാമല്ലോ, ആനുകാലിക കാലഘട്ടങ്ങളിൽ എത്രയോ പ്രതികൂലമായ അപകടകരമായ അവസ്ഥകളിലൂടെയാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ കടന്നു പോവുക. പരിശുദ്ധ അമ്മ ബാലകൗമാര യൗവന വഴികളിൽ പരിശുദ്ധ അമ്മ കാവൽ നിൽക്കുന്നു. ഓരോ കുഞ്ഞിൻ്റെയും സംരക്ഷകയായി ഈ ധീരയായ അമ്മയുണ്ട്. പാപത്തിൽ വീഴാതെ, തിന്മയിൽ നിവേദിക്കാതെ, അക്രമരുടെ കയ്യിൽ അകപ്പെടാതെ കാത്തുപാലിക്കുന്ന പരിശുദ്ധ മാതാവ്. ആ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ഒടുവിൽ ആ ഭീഷണിക്കുള്ളിൽ നിന്നും, ആ അക്രമ സംഘത്തിൻ്റെ പിടിയിൽ നിന്നും ഒക്കെ അതിൽ പെടാതെ കാത്തുപാലിച്ച് രക്ഷപ്പെട്ട അനുഭവം ഈ സഹോദരിയോട് പങ്കുവെക്കുമ്പോൾ നമുക്കും തിരിച്ചറിയാം, പരിശുദ്ധ അമ്മ, അമലോത്ഭവ നാഥ, വിമലഹൃദയ നാഥ, ആ അമ്മയുടെ വിമലഹൃദയത്തിൽ അഭയം തേടുന്ന ഒരു കുഞ്ഞു പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ അമ്മ കാത്തുപാലിക്കും. അമ്മ വഴി നടത്തും, അമ്മ പരിപാലിക്കും. ഈ ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിച്ച് അമ്മയുടെ വിമലഹൃദയത്തിൽ ആശ്രയിച്ച്, അതെ, മരണത്തിൻ്റെ ഇരുൾ നിറഞ്ഞ താഴ്വാരത്തിലൂടെ ഞാൻ കടന്നുപോയാലും കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ധൈര്യവും സ്ഥൈര്യവും നിറയ്ക്കുവാൻ ഈ അമ്മ നമ്മളെ സഹായിക്കും. ഈശോയിലേക്ക് അമ്മ നമ്മളെ നയിക്കും. അമ്മയെ സ്നേഹിച്ച് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. നീ
മേഘങ്ങൾക്കിടയിലെ പ്രഭാത താരത്തെക്കുറിച്ച്, മാനത്തെ മഴവില്ലിനെക്കുറിച്ച്, വിളങ്ങുന്ന പനിമതിയെക്കുറിച്ച് അതൊക്കെ ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയെ ഏറെ പ്രകീർത്തിച്ചെഴുതിയ ബഹുമാനപ്പെട്ട ഷാജി തുമ്പേച്ചിറച്ചൻ്റെ മനോഹര ഗാനം നിഷ ആലപിച്ചു. എത്രയോ ഗാനങ്ങളാണ് മാതാവിനെ സ്തുതിച്ച് അച്ഛൻ എഴുതി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും എത്ര എഴുതാനിരിക്കുന്നു. തീർച്ചയായും അച്ഛനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഒപ്പം നിഷയ്ക്ക് ഈ പരിശുദ്ധ അമ്മയുടെ ജപമാലയെക്കുറിച്ച് അല്ലെങ്കിൽ ജപമാല പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഏറ്റവും ഫലപ്രദമായ ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ജപമാലയാണ്. ചില പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കിട്ടാൻ ഏറ്റവും വിഷമമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികളുടെയൊക്കെ ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി, അതുപോലെ സംരക്ഷണത്തിന് വേണ്ടി, ഇതിനൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ജപമാലയാണ്. ഞാൻ ആശ്രയിക്കാറും ജപമാലയിലാണ്. അതുപോലെ ശുശ്രൂഷകളിലാണെങ്കിലും അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ജപമാലയെക്കുറിച്ച് ഏത് പ്രതിസന്ധികളിലും പ്രതികൂലതകളിലും ഉറപ്പായ ബലവത്തായ ഒരു കോട്ട തന്നെയാണ് ജപമാല എന്നാണ് നിഷ നമ്മളോട് പറയുക. ശുശ്രൂഷാവേദിയിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒക്കെ ഈ ജപമാല പ്രാർത്ഥന നമുക്ക് ശക്തിയാണ്, ബലമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭ്യമാകാനുള്ള അഭിഷേക ചാലുകളാണ്. നമുക്ക് ജപമാല മുറുകെ പിടിക്കാം, പരിശുദ്ധ അമ്മയോടൊപ്പം പ്രയാണം ചെയ്യാം, അതുവഴി ദൈവത്തിന് മഹത്വം നൽകാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അവിടുത്തെ തിരുസവിധെ ഞങ്ങളെ സമ്പൂർണ്ണമായി നൽകുന്നു. അവിടുത്തെ ദിവ്യവചനങ്ങളുടെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എന്നും ദൈവഹിതം നിറവേറ്റുന്ന ജീവിതമായി ഞങ്ങളുടെ ജീവിതങ്ങളെയും അമ്മ ചേർക്കണമേ. എപ്പോഴും വിശുദ്ധിയിൽ മുന്നേറുവാൻ വേണ്ട കൃപ നൽകി, കൃപ നിറഞ്ഞ മറിയമേ, നല്ല മാതാവേ, അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.